പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് തോട്ടയ്ക്കാട്ട് നിന്ന് കുറ്റിക്കേക്ക് പോകുന്ന വഴിക്കാണ്. വത്തിക്കാൻ എന്ന് പറയും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് വത്തിക്കാൻ. അപ്പം അവിടെ നമ്മുടെ കൈരളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞ ക്ലബ്ബുണ്ട്. ആ ക്ലബ്ബും നാട്ടുകാരും എല്ലാം കൂടെ സഹകരിച്ച് ഇവിടെ ഒരു ക്രിസ്മസ് ആഘോഷം അടിപൊളിയാക്കുകയാണ്. നമ്മുടെ പ്രദേശത്തെങ്ങും കാണാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ്, നിങ്ങളൊന്ന് കാണുക. அப்படியா பெலூன் வேண்டாம், അത് മാറ്റിയത്. ആ കുപ്പിയെല്ലാം അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകും കേട്ടോ. ആ ജാറും കുപ്പിയെല്ലാം അവിടെ മാറ്റണേ. മാറ്റിയാൽ ഇവിടെ വൈകിട്ട് ഇപ്പോൾ പ്രോഗ്രാം ഉണ്ടോ? വൈകിട്ട് ഇല്ല, എല്ലാ വർഷവും ഇങ്ങനെ ചെയ്യുന്നതാണ്. ഈ സ്ഥലപ്പേര് വത്തിക്കാനല്ലേ? വത്തിക്കാൻ. ഇത് ആര് ചെയ്യുന്നത്? ഇത് എല്ലാവരും. ഇതെപ്പം തുടങ്ങുന്ന പരിപാടിയാണ്? ആ, ഈ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തു. ആ, എത്ര ദിവസം ഉണ്ട്? 26. ഇതിന്റെ പൈസ പിരിവ് എല്ലാം നാട്ടുകാരെല്ലാം അവിടെ എല്ലാം അല്ല ക്ലബ്ബും അങ്ങനെയൊന്നും അല്ല. ആ, അതിന്റെ പേരിലാണ് നടത്തുന്നത് എല്ലാവരും. അല്ല, ഇപ്പം ഇങ്ങനെ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കാണാറില്ല എല്ലായിടത്തും. ആണല്ലേ? ഉപ്പിന്ന് മാറ്റണോ വിളിപ്പില്ലേ? ആ ആ അതെ. കേട്ടോ, നമ്മളവിടെ അത് ചേട്ടക്കാരായിരിക്കും.
ദയവായി ഇലിമിനേഷൻ ചെയ്തിരിക്കുന്ന ഭാഗത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾ എത്രയും പെട്ടെന്ന് മാറ്റേണ്ടതാണ്. എല്ലാവരും ദയവായി അനുസരിക്കുക. ഇലിമിനേഷൻ ചെയ്തിരിക്കുന്ന ഭാഗത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന എല്ലാ വാഹനങ്ങളും ദയവായി അവിടെ നിന്ന് മാറ്റേണ്ടതാണ്. വത്തിക്കാൻ സിറ്റി പോലെ തന്നെ മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ തോട്ടയ്ക്കാട്ടിന് സമീപമുള്ള വത്തിക്കാൻ. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, കുറച്ച് നാട്ടുകാരുടെ പ്രയത്നം കൊണ്ട് ഉണ്ടായ ഒരു സംഭവം. അതും അതിമനോഹരമായ രീതിയിൽ ഒരു ക്രിസ്മസിനെ വരവേൽക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. തോട്ടയ്ക്കാട്ടുനിന്ന് പുതുപ്പള്ളിക്ക് പോരുന്ന വഴിക്ക് പരിയാരം മാർ അപ്രേം ഓർത്തഡോക്സ് സുറിയാനിപ്പള്ളിയിലെ ദീപാലങ്കാര കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. അതും അതിമനോഹരമായ രീതിയിൽ പള്ളിയുടെ പരിസരങ്ങളെല്ലാം അലങ്കരിച്ചിരിക്കുന്നു. അതുവഴി പോകുന്ന ആരും ഒന്ന് വണ്ടി നിർത്തി നോക്കിപ്പോകും. അത്രയ്ക്ക് മനോഹരമായ രീതിയിലാണ് അവരുടെ അലങ്കാരങ്ങൾ. നല്ല മനോഹരമായ ഒരു പുൽക്കൂടും പള്ളിയുടെ മുൻവശത്ത് തയ്യാറാക്കിയിട്ടുണ്ട്.
ഇനി നമുക്ക് അഞ്ചേരിപ്പള്ളിയിലെ കാഴ്ചകളും കൂടെ കാണാം. ഇതാണ് അഞ്ചേരി മർത്തോമാ പള്ളി. ഇവിടെയും അതിമനോഹരമായ രീതിയിൽ അലങ്കാരങ്ങൾ നടത്തിയിട്ടുണ്ട്. ന്യൂ ഇയറിന് റിലീസാവുന്ന എൻ്റെ പുതിയ സിനിമയാണിത്, ഒരുമ്പെട്ടവൻ. ഒത്തിരി വിശേഷങ്ങളുണ്ട്, ഞങ്ങൾ ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട്. ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർ തന്നെയായിരിക്കും, നിങ്ങൾക്ക് പരിചയമുള്ളവർ തന്നെയായിരിക്കും. പക്ഷേ നിങ്ങളൊക്കെ ഞെട്ടിപ്പിക്കുന്ന ഒരു ഐറ്റം നമ്മളിതിൽ വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കൊരു കൊച്ചു മിടുക്കിയെ പരിചയപ്പെടുത്താം. എൻ്റെ കൈ തരുന്ന എന്തിനാ? നിനക്ക് ഇതിനകത്ത് ഇട്ടൂടെ? നീ വേണം പറക്കേറാ, സഹായിക്കാന്ന് വെച്ചപ്പോ അഹങ്കാരം. നേർച്ചയ്ക്ക് പോകണം നമ്മള്, കാണേണ്ട കാഴ്ചോട് നമ്മള്. നേർച്ചയ്ക്ക് പോകണം നമ്മള്, അത് കാണേണ്ട കാഴ്ചോട് നമ്മള്. പട്ടുപുതിതൊന്നു വാങ്ങണം, താത്താന്റെ കയ്യിന്ന് കെട്ടണം. പട്ടുപുതിതൊന്നു ഈ കാണുന്നതൊന്നുമല്ല, ഓട് പറ. എൻ്റെ പേര് കാശ്മീര. എനിക്ക് ഒരുമ്പട്ടൻ എന്ന് പറയുന്ന സിനിമയിലെ ഇന്ദ്രൻ അങ്കിളുടെയും ജാഫർ ഡിക്കി അങ്കിളുടെയും ഇവരെല്ലാവരുടെയും കൂടെ അഭിനയിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്, ഭാഗ്യവുമുണ്ട്. പിന്നെ എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം, എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യണം. എൻ്റെയും ഇന്ദ്രൻ അങ്കിളുടെയും ഒരുമ്പട്ടവൻ ടീമിൻ്റെയും ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ.